ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇലയുടെ കഴിക്കാൻ വേണ്ടി നന്തൻകോടുള്ള ഈ ഒരു ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഞാനിത് ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ക്ലാസ്സിലെത്തിയപ്പോഴാണ് അറിയുന്നത് ക്ലാസ്സിലെ സാർ ഇന്ന് ലീവാണെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മുടെ സാമ്രാജ്യമാണ്. കാരണം നമ്മളെ നോക്കാൻ ഇന്ന് ആരുമില്ല. അപ്പോൾ ഹെയർ സ്റ്റൈലിന്റെ ക്ലാസ് ആയിരുന്നു ഇന്ന്. അപ്പോൾ സാറില്ലാത്തതുകൊണ്ട് സാറ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഏത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് കുറേ എണ്ണം നോക്കി, പക്ഷേ എനിക്കതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വെച്ച് യൂട്യൂബിൽ നോക്കി ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് യൂട്യൂബ് നോക്കി ഒരു ഹെയർ സ്റ്റൈൽ അങ്ങ് എടുത്തു. പിന്നെ ക്ലാസ്സിൽ സാറില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട് ബഹളമൊക്കെ ആയിരുന്നു. നമ്മൾ ചിരിയും കളിയൊക്കെ ആയിട്ടായിരുന്നു ഇന്ന്. എൻ്റെ മോഡലായിട്ട് വന്ന ഈ കുട്ടിയുടെ പേര് പ്രിയ എന്നാണ്. അപ്പോൾ പ്രിയക്ക് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി സഹിച്ച് പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ ഗെയിം കളിയോട് കളിയായിരുന്നു. പിന്നെ അവള് എന്താ പറയുക, മുടി പിടിച്ച് വലിക്കുമ്പോൾ പോലും വേദന പോലും അവൾ അറിയുന്നില്ല. കാരണം ഗെയിം കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാനിത് യൂട്യൂബ് നോക്കി ചെയ്തതാണെങ്കിലും യൂട്യൂബിലെ ഹെയർ സ്റ്റൈലും ഇത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം ഇത് ഭയങ്കര ബോറായിരുന്നു. യൂട്യൂബിൽ നല്ല ഭംഗിയുണ്ടായിരുന്ന ചേച്ചിയാണ്. യൂട്യൂബിന് പോലും നാണക്കേട് തോന്നിയിട്ടുണ്ടാവും ഈ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ. അത് നമ്മൾ ഹെയർ സ്റ്റൈൽ ലാസ്റ്റിലായിട്ടുണ്ട്. പിന്നെ കേളി ചെയ്ത് കൊടുക്കാൻ വെച്ചു. ഫ്രണ്ടിലൊക്കെ ഞാൻ കേളി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൊച്ച് എന്താ പറയുക, അപ്പുറത്തെ കൊച്ചിനൊക്കെ ഒരേ ചിരിയായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ചിരിച്ചു. കാരണം ഭയങ്കര ബോറായിരുന്നു ഹെയർ സ്റ്റൈൽ. പിന്നെ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവളെന്നെ ഒരേ ചിരിയായിരുന്നു. പിന്നെ ബാക്കിലൊക്കെ കാണാൻ പിന്നെ കുറച്ച് ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ബാക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലൊന്നും കറക്റ്റ് ഹെയർ സ്റ്റൈൽ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കറിയും പൊറോട്ടയും വാങ്ങിച്ചു. വൈഷു വ്രതത്തിലാണ്, അതുകൊണ്ട് ചപ്പാത്തിയും കുറുമക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല റെഡിയായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ണം കൂടുന്നതിൻ്റെ മെയിൻ കാരണം ഫുഡ് അടി തന്നെയാണ്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഇൻവിസിബിൾ ചെയിനാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.